സൊഗവാത്തും ദിക്കറുകളെല്ലാം ഈന്തൽ പനമേലെ മൂടിടും രാക്കാറ്റുകൾ ഈണം കൊണ്ടീണം മൂടുകയായി മക്കാപുരിയെങ്ങും പാറിടും രാപ്പാടികൾ കള്ളിമുൾക്കാടുകൾ കൺതുറന്നു. സാംസ്കാരികമായി ഒട്ടേറെ സവിശേഷതകളുള്ള ദേശമാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ. കോഴിക്കോടിൻ്റെ നഗരകേന്ദ്രത്തിൽ തന്നെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന നാട്. കുറ്റിച്ചിറയുടെ പൈതൃകത്തിന് അറബികളുടെ വ്യാപാര ചരിത്രത്തോളം പഴക്കമുണ്ട്. കുറ്റിച്ചിറയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കളിച്ചു സംസാരിച്ചു വീട്ടുകുടുംബം പോലെ. നമ്മളെ സ്കൂളത്തെ എല്ലാ കുട്ടികളും ഒറ്റ വീട്ടിലായോണ്ട് എല്ലാരും ബോറന്നെയാണ്. നമ്മക്കല്ല ഇവിടെ എല്ലാരും ഇങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇങ്ങോട്ട് എൻജോയ് ചെയ്യൂ. കൂട്ടുകുടുംബ സംസ്കാരത്തിന്റെ പാരമ്പര്യം പേറുന്ന ഇടമാണ് കുറ്റിച്ചിറ. ഒരു വീട്ടിൽ തന്നെ 5ഉം 10ഉം കുടുംബങ്ങളും 100-ലേറെ അംഗങ്ങളും ഉണ്ടായിരുന്ന പഴയ കാലം പുതിയ കുറ്റിച്ചിറക്ക് ഓർമ്മ മാത്രമാണ്. കൂട്ടുകുടുംബകാലത്തിന്റെ അവശേഷിപ്പായി ഒട്ടേറെ തറവാടുകൾ ഇന്നും കുറ്റിച്ചിറയിൽ നിലനിൽക്കുന്നുണ്ട്. പലതിലും ആൾതാമസം പോലുമില്ല. മിക്കവാറും വീടുകളിൽ പരമാവധി 1-2 കുടുംബങ്ങൾ മാത്രം. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന തറവാടാണ് 7 കുടുംബങ്ങളടങ്ങുന്ന കൊശാനി വീട്. ഈ വീടിൻ്റെ പേര് കൊശാനി വീട് എന്നാണ്. കൊശാനി വീട് തറവാട് എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ തൊട്ടടുത്തുള്ളതും കൊശാനിയുടെ തറവാട് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാലത്തെ പഴക്കം, ഒരു 250 വർഷത്തിൻ്റെ മേലെ പഴക്കം ഇതിനുണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മളെ പൂർവികരെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാലപ്പഴക്കം ഇതിന് കാണുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലുള്ള ഒരു വീടാണ്. 22 അറകളുണ്ട്. ഞങ്ങൾ ഏകദേശം ഈ പ്രദേശത്ത് ഈ തറവാടാണ് ആദ്യമായിട്ട് ഗെറ്റ് ടുഗദർ കുടുംബ സംഗമം ഈ തറവാട്ടിലാണ് നടത്തിയത്. ദൃശ്യമാധ്യമങ്ങളും അതേപോലെ പത്രങ്ങളും ഹിന്ദു പേപ്പർ വരെ ആ ന്യൂസ് കവറേജ് കൊടുത്തിരുന്നു. ഒരു ഫ്രെയിമിൽ ഒതുങ്ങാത്ത 3 ഫ്രെയിമായിട്ടെടുത്ത കുടുംബ സംഗമം. ഈ കൂട്ടുകുടുംബത്തിൽ നമുക്ക് പല പല ഗുണങ്ങളും ഉണ്ട്. എന്താ വെച്ചാൽ മക്കളൊക്കെ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഒരു കുട്ടികൾ ആ ഒരു ഇതിലങ്ങനെ പോകും. പിന്നെ വെച്ചാൽ നമുക്ക് എന്തൊരു ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ടാവും. ചുറ്റുവട്ടത്ത് എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓരോടി പറയാനും ഇതാക്കാനും നമ്മൾ ഒറ്റപ്പെട്ട പോലെ അല്ലല്ലോ. നമുക്ക് എപ്പോഴും ആൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെയുള്ള പിന്നെ നമ്മൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടായാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടേ കഴിക്കാറുള്ളൂ എല്ലാവരും. അങ്ങനെ പല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവരുടെ അടുത്തും വാങ്ങാം. എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ഉണ്ട്. എല്ലാ പെരുന്നാളാഘോഷമൊക്കെ സംഭവം നല്ല രസം തന്നെയാണ്. എല്ലാവരും തലേന്ന് മൈലാഞ്ചി ഇടലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചി അറിയുന്നവരെല്ലാവരും അങ്ങോട്ടും ഇട്ടുകൊടുക്കലും, പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കലും ഇതാക്കലും അതും നമ്മൾ ഷെയർ ചെയ്തിട്ടും ഇതാക്കിയിട്ടും, പിന്നെ രാവിലെ ആകുമ്പോൾ എല്ലാ കസിൻസൊക്കെ വന്ന് ഒന്നായിട്ട് ഫുഡ് കഴിക്കലും അതൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. കുറ്റിച്ചിറയിലെ തറവാട്ടു വീടുകൾക്ക് സവിശേഷമായ ഭംഗിയുണ്ട്.
കൊട്ടിലും ഇരുനിലയും നാലാം മുറ്റവുമെല്ലാം ഈ വീടുകളുടെ ഭംഗി കൂട്ടുന്നുണ്ട്. മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള അറകളും ഇവിടുത്തെ കാഴ്ചകളാണ്. ഓരോ പെരുന്നാളും കുറ്റിച്ചിറക്കാർക്ക് ആഘോഷമാണ്. വൈകുന്നേരങ്ങളിൽ നിരത്തുകളും കടകളുമെല്ലാം തിരക്കിലമരും. പെരുന്നാൾക്കോളും വൈവിധ്യമാർന്ന ഭക്ഷണവുമായി അവർ സമൃദ്ധമായ വിരുന്നൊരുക്കും. ചന്ദ്രൻ കോഴിക്കോട് കടപ്പുറത്ത് മാസപ്പിറവിയുടെ നിലാവ് പരത്തിയാൽ മിഷ്കാൽ പള്ളിയിൽ നിന്ന് തമ്പേറിൻ്റെ ഒച്ച മുഴങ്ങും. അന്നേരം കുറ്റിച്ചിറ പെരുന്നാൾ ആരവത്തിൻ്റെ തിരി കൊളുത്തും. വഴികളിലെല്ലാം പെരുന്നാളിൻ്റെ തിരക്ക് കൂടും. പത്തിരി, കോഴി നിറച്ചത്, കോഴി വരട്ടിയത്, മീൻ ചുട്ടത്, കുഞ്ഞിപ്പത്തിരി, സമൂസ, കട്ലറ്റ്, ചട്ടിപ്പത്തിരി കുറ്റിച്ചിറക്കാരുടെ വിഭവങ്ങളേറെയാണ്. വ്യത്യസ്തമാർന്ന രുചിപ്പെരുമയുമായി പെരുന്നാൾ തലേന്ന് കുറ്റിച്ചിറയിലെ തറവാട് വീടുകൾ ഉണർന്നിരിക്കും. അടുക്കളയിൽ ബിരിയാണിയിലേക്കുള്ള വിഭവങ്ങൾ ഒരുങ്ങും. കുട്ടികൾ പെരുന്നാൾ വസ്ത്രങ്ങളുടെ തിളക്കങ്ങളിലേക്ക് കണ്ണുകൾ പായിക്കും. കൈകളിലാകെ മൈലാഞ്ചി ചുവപ്പ് പടരും. കുറ്റിച്ചിറക്കാരുടെ പെരുന്നാളിന് മാറ്റുകൂട്ടുന്നത് അവരുടെ അപാരമായ അതിഥി സൽക്കാര പ്രിയമാണ്. ചെറിയ ബംഗാളി വീട് എന്നുള്ള തറവാടിലാണ് നിൽക്കുന്നത്. സാധാരണ ഇവിടെ ഈ കുടുംബത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 200 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ബക്രീദിന് എല്ലാ പെരുന്നാളിനും ഇവിടെ എല്ലാവരും ഇവിടെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. അത് 35 വർഷമായി. അത് ഞാനിങ്ങനെ എടുത്ത് വെക്കും. പഴയത് കിട്ടിയാൽ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ചാക്കി കെട്ടി വെക്കലാണ്. പിന്നീട് അത് നമ്മളെ ആർട്ട് കോളേജിൻ്റെ ക്ലബ്ബുണ്ട്, അതിൽ മെമ്പർ അതിൻ്റെ ദിവസമാണ് ഒരു 6 കൊല്ലമായി. അതിൻ്റെ ദിവസമാണ് ഇത് പുറത്തേക്ക് വെച്ചത്. ചെറുതായിട്ട് പറയാനുള്ളത് ഇതപ്പം പോസ്റ്റ് ഓഫീസ് 100 കൊല്ലത്തിന് മേലുള്ളതാണ് പോസ്റ്റ് പെട്ടി. പിന്നെ ഇത് കാന്തമ്പടിയിലെ കല്ലില്ലേ, അത് മാസറപ്പല എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകൾ കല്യാണത്തിന് തക്കാരത്തിന് ഈ മാസറപ്പല വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ ഒന്ന് കസാല ടേബിൾ കൊടുക്കുന്ന മാതിരി അന്ന് മാസറപ്പല വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെ തറവാടുകളിലെ കല്യാണം വരുമ്പോൾ അതാണ്. ചെറിയ വീട്ടിലൊന്നും നടക്കില്ല. തറവാട് വീടുകളിൽ ഇതിങ്ങനെ ഒരു 8-9 സ്ത്രീകൾ ഇരുന്നിട്ടാണ് നന്നായിട്ട് തിന്നുക. ഒരു പാത്രത്തിൽ തിന്നുക. പഴയ കുറ്റിച്ചിറയിലെ രാഷ്ട്രീയത്തിനുമുണ്ടായിരുന്നു വൈവിധ്യം. ഒരു വീട്ടിൽ നിന്നും 100-ലേറെ വോട്ടുകൾ ലഭിച്ചിരുന്ന ആ കാലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെപ്പോലും സ്വാധീനിച്ചിരുന്നു. കുറ്റിച്ചിറ മീൻസ് തെക്കേപ്പുറം എന്നുള്ള ആ ഏരിയയിൽ ഏതാണ്ട് കോർപ്പറേഷനിലും മുനിസിപ്പൽ കൗൺസിലൊക്കെ ഏതാണ്ട് 6 വാർഡുകൾ ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ അത് 2ആയി ചുരുങ്ങിയിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ. ഈ വാർഡുകളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഇതുപോലുള്ള തറവാടുകളിൽ ആ തറവാടുകളിൽ 100 വോട്ടിലേറെ വരെ ഉണ്ടായിരുന്ന തറവാടാണ് തോപ്പിൽ തറവാട്. പഴയ രാജവംശവുമായി ബന്ധപ്പെട്ട ആ തറവാട് ഇന്നിപ്പോൾ അവർ പാർട്ടിഷൻ കഴിച്ച് ഏതാണ്ട് 34 വീടുകൾ ആ തറവാടിൻ്റെ കമ്പൗണ്ടിൽ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒന്ന് കോയസങ്കോ ആജിൻ്റെ വീട്, അത് കുണ്ടുങ്ങലാണ്. ആ വീട്ടിലും വലിയ ഒരു 100ഓളം വോട്ടുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ ഫ്രാൻസിസ് റോഡിലുള്ള കൊശാനി വീട്, അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു നിർണായകമായ വോട്ട് ഒരു വാർഡിൽ ജയിക്കാവുന്ന അവിടുത്തെ മുത്തവല്ലിയോ അല്ലെങ്കിൽ കാരണവന്മാരാണ് അവരെ പോയി സ്വാധീനിക്കലാണ്. പാർട്ടികളും സ്ഥാനാർത്ഥികളും ആദ്യം അവരെ പോയി വോട്ട് അഭ്യർത്ഥിക്കും. അവരെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയാൽ ഈ കാരണവന്മാർ ഈ തറവാടുകളിൽ പോയി എന്താ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ അഭ്യർത്ഥനയ്ക്ക് ഒരു തിരുത്തില്ല. അത് ഏകപക്ഷീയമായി ആ വോട്ട് ചെയ്തിരിക്കും. കായിക മാധ്യമ പ്രവർത്തകൻ മുഷ്താഖിൻ്റെ നാടാണ് കുറ്റിച്ചിറ. പുതിയ തലമുറയിലും കളിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ആളുകളുണ്ടിവിടെ. പോയിമറഞ്ഞ കൂട്ടായ്മയുടെ കാലത്തെ കളിയിലൂടെ തിരിച്ചെത്തിക്കുകയാണിവർ. എല്ലാ വർഷവും നടത്തിവരുന്ന ഇന്റർ തറവാട് ക്രിക്കറ്റ് ടൂർണമെന്റ് നാടിന് മാതൃകയാണ്. നമ്മളിങ്ങനെ കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉടലെടുത്ത് തന്നെ 1990s പണ്ട് കളിച്ച ആളുകളെ എല്ലാവരെയും ഒന്നും കൂടിയും കളത്തിലേക്ക് ഇറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളെ മാസ്റ്റേഴ്സ്
എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെ ഒന്ന്, കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ്. അപ്പോൾ അവരെ യോജിക്കുന്ന ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മളിപ്പോൾ കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് തന്നെ 2 ടൈപ്പ് ഓഫ് ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് ഇതുവരെ നടത്തി വന്നത്. ഒന്ന് വയനാട് കൃഷ്ണഗിരി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന ക്രിക്കറ്റ് ബോൾ ടൂർണമെൻറ്റും, അതോടൊപ്പം തന്നെ ടെന്നീസ് ബോളിൽ നമ്മൾ നടക്കാവ് ഗെയിമുള്ളൂ. നമ്മളിപ്പോൾ 14 ടൂർണമെൻറ്റ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അതിലേക്ക് തന്നെ നമ്മുടെ വൺ വിജയം തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്ലെയേഴ്സ് രജിസ്ട്രേഷന് നമ്മൾ ലിങ്ക് ഇടുമ്പം തന്നെ ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ അത്ഭുതകരമായിട്ട് എല്ലാ തറവാട്ടിലെ ആളുകളും ഇത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഭാഗവത്താവാണ്. ഇത് കളിക്കാനായിട്ട് ഗൾഫിൽ നിന്നും വരെ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും വന്നിട്ടാണ് ഇതിൻ്റെ കളിക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്. കളി തന്നെ ഒരു ലഹരിയാക്കി അതിലെ ഒരു വിനോദം കണ്ടെത്തി അതിനെ ഒരു സൗഹൃദത്തിലൂടെ കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മളെ ടൂർണമെൻറ്റിൽ 28 ടീമുകളാണ് പങ്കെടുത്തത്. ഒരു തറവാട്ടിൽ തന്നെ 3-4 തലമുറകളായിട്ട് കളിക്കുന്ന ആളുകളെ എല്ലാവരെയും, അതായത് പ്രായമില്ലാതെ എല്ലാവരും കളത്തിലേക്ക് ഇറക്കുക. അപ്പോൾ ആ ഒരു തറവാടിൻ്റെ ബേസിൽ നമ്മളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോഴേക്കും തന്നെ ഒരുപാട് തറവാടുകൾ വന്നു. ഒരുപാട് ആ തറവാടിൻ്റെയൊക്കെ ഓരോ ജേഴ്സി വിതരണം അങ്ങനത്തെ ഓരോ പരിപാടിയിലേക്കൊക്കെ നോക്കുമ്പോൾ കാരണവന്മാരാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. സ്പോർട്സിൽ ഭയങ്കര മുന്നോട്ടുള്ള ടീമായിരുന്നു. കാരണം ഒരു തവണ കേരള ടീമിൽ ഫുട്ബോളിൽ 3 ആളുകൾ ഒരേ സമയം കളിച്ചിരുന്നൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേമാതിരി കല്യാൺപൂട്ടിൽ ഉസ്മാൻ സന്തോഷ് ട്രോഫി വിൻ ചെയ്തൊരു സമയത്തുള്ള ആളായിരുന്നു അദ്ദേഹം. നമ്മളെ തെക്കേപ്പുറത്ത് കല്യാണം വീട് എന്നുള്ള തറവാട്ടിലുള്ള ആളായിരുന്നു. അതേപോലെ കേരള ആദ്യമായിട്ട് BC റോയ് ട്രോഫി നേടിയ സമയത്ത് അതിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നത് ഇതേപോലെ കൊശാനിയുടെ തറവാട്ടിലുണ്ടായ ഷെയ്ഖ് മാമു എന്ന് പറഞ്ഞ ആളായിരുന്നു. അതേ സമയത്ത് പിന്നെ തൻ്റെ ടീമിലുണ്ടായിരുന്ന ആളാണ് സി ഉമ്മർ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഉമ്മർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ. കോഴിക്കോട് തെക്കേപ്പുറത്തിൻ്റെ സംഭാവനയാണ് ഒളിമ്പ്യ റഹ്മാൻ. ഒളിമ്പ്യ റഹ്മാൻ ഖ്യാതി കേട്ട എന്താണ് ബംഗാൾ ടൈഗർ എന്ന പേരിൽ ഇന്ത്യ ആകമാനം പ്രശസ്തി ആർജിച്ച ഒളിമ്പ്യ റഹ്മാൻ തെക്കേപ്പുറത്തുകാരനാണ്. അതേപോലെ തന്നെ ഡംബോ ഉസ്മാൻ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ക്യാക്ക, അതേപോലെ തന്നെ ഷെയ്ഖ് മാമു, അതേപോലെ തന്നെ PT മെഹബൂബ് ഗോളി കേരള പോലീസിൻ്റെ താരമായിരുന്നു, ഗോൾ കീപ്പറായിരുന്നു. അതേപോലെ തന്നെ ബാസിദ്, അതേപോലെ തന്നെ ഷെയ്ഖ് മാമു, നിരവധി റിയാസ് യൂണിവേഴ്സിറ്റി താരം റിയാസ്, പിന്നെ C അബ്ദുറഹിമാൻ, ഇത്രയും നിരവധി ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്ത കോഴിക്കോട് തെക്കേപ്പുറം. കോഴിക്കോട് തെക്കേപ്പുറം പ്രദേശങ്ങളിലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകളും അതേപോലെ തന്നെ ടൂർണമെൻറ്റുകളും നടത്തുകയാണ് ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ. അതേപോലെ തന്നെ നിരവധി ടൂർണമെൻറ്റുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ് ഓപ്പൺ ടൂർണമെൻറ്റുകളിലായിട്ട് കഴിഞ്ഞ 11 വർഷത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ കടക്കുന്നത്. തെക്കപ്പുറം പ്രവാസി ഫുട്ബോളാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. കാരണം പ്രവാസികൾ നാട്ടിൽ വരുമ്പം അവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഒരു ഫുട്ബോളാണ്. പഴമയുടെ പ്രതാപം പേറി ഇന്നും ഇവിടെയുള്ളവർ ജീവിക്കുകയാണ്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം പഴമയെ മുറുകെ പിടിക്കാനും ഇവർ മറക്കുന്നില്ല. പുറമേ നിന്നുള്ളവർക്ക് കൗതുകമായി ഇനിയും ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ.